അതുകൊണ്ട് സഹോദരങ്ങളെ, വിവാഹത്തിന്റെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് കാലഘട്ടത്തിൽ ധാരാളം യുവാക്കൾ വിവാഹം വളരെ പിന്തിക്കുന്ന അവസ്ഥയുണ്ട്. അതിന് പല കാരണങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലേക്ക് ഇത് വല്ലാതെ കയറിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹം നേരത്തെ ആക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ഫിത്നകൾ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ എത്ര നേരത്തെ സാധിക്കുമോ അത്രയും നേരത്തെ വിവാഹം കഴിക്കാം. അവർക്ക് എത്ര നേരത്തെ വിവാഹം കഴിക്കാൻ സാധിക്കുമോ അത്രയും നേരത്തെ വിവാഹം കഴിക്കാം. അതിൽ ഒരാളുടെയും ആക്ഷേപത്തെ നിങ്ങൾ ഭയക്കേണ്ടതില്ല. ഒരാൾ കളിയാക്കുന്നത് നിങ്ങൾ പേടിക്കേണ്ടതില്ല. അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തിയാൽ മതി. നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അവരാരും പരലോകത്ത് നിങ്ങളെ സഹായിക്കാൻ വരില്ല. എത്രയോ കുട്ടികൾ 23 വയസ്സ് 25 വയസ്സ് ഒക്കെ വിവാഹം കഴിക്കാൻ എടുക്കുന്ന പ്രായമാണ്. അത്രയും കാലം അവൻ്റെ ലൈംഗികമായ താല്പര്യം ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു പ്രായത്തിൽ അത് ശമിപ്പിക്കാൻ അവൻ കണ്ടെത്തുന്ന വഴികൾ പലതും ഹറാമാണ്. പലതും എന്നല്ല, എല്ലാം ഹറാമാണ്. ഒന്നല്ലെങ്കിൽ ബ്ലൂ ഫിലിമുകൾക്ക് അടിമയായിട്ടുണ്ടായിരിക്കും. എത്ര ആളുകളാണ് 30-40 വയസ്സായിട്ടും ഭാര്യയായിട്ടും കല്യാണം കഴിച്ചിട്ടും കുട്ടികളുണ്ടായിട്ടും ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാതെ ജീവിതം കൊണ്ട് ബുദ്ധിമുട്ടുന്നത്. സുബ്ഹാനല്ലാഹ്, ആളുകൾ ചിലപ്പോൾ ഫോൺ വിളിച്ച് ആളുകൾ ചിലർ കരയാൻ, എൻ്റെ മക്കളെങ്ങാനും ഇത് കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ ഭാര്യ എങ്ങാനും ഇത് അറിഞ്ഞു പോയാൽ എൻ്റെ ജീവിതം അതോടുകൂടി തകരും, പക്ഷെ എനിക്കിത് ഒഴിവാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? കാരണം ചെറിയ പ്രായത്തിൽ ഇത് ശീലമായിപ്പോയി. ബ്ലൂ ഫിലിമുകൾ കാണാന്നുള്ളത്, വൃത്തികെട്ട വീഡിയോകൾ കാണാന്നുള്ളത്. ഇന്ന് കാലത്ത് അത് വളരെ എളുപ്പവുമാണ്. അതിലാണ് അവൻ്റെ ജീവിതം കുറേ കാലം നശിപ്പിച്ചത്. പിന്നീട് കല്യാണം കഴിച്ചു നോക്കിയപ്പോൾ അവൻ്റെ ലൈംഗികമായ താല്പര്യം ഭാര്യയിൽ അവന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. എത്ര ആളുകളുടെ വിവാഹ ജീവിതം നരകതുല്യമാകുന്നത് ഇതുകൊണ്ടാണ്, ഈ വൃത്തികേട് കൊണ്ടാണ്. എന്നിട്ട് വാപ്പയും ഉമ്മയും ഇത് തിരിച്ചറിഞ്ഞാൽ പോലും ചിലരുടെ ചിന്ത എന്താ, അതൊക്കെ ചെറിയ പ്രായത്തിൽ കുറച്ച് ബ്ലൂ ഫിലിമൊന്നും കണ്ടിച്ചിട്ട് കുഴപ്പമില്ല എന്ന് നേർക്ക് നേരെ പറയുന്ന ആളുകളെ വരെ കാണാം. അതൊക്കെ ആ പ്രായത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അവൻ്റെ ജീവിതമാണ് നിങ്ങൾ ഈ തകർക്കാൻ പോകുന്നത്. അവൻ്റെ ജീവിതമാണ് നിങ്ങൾ ഈ തകർക്കുന്നത്.